അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു രാവിലെ ഇന്നൊരു അനുഭവം പങ്കുവെക്കൽ നന്നാകുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അതായത് ഒരു ദിവസം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വളരെ സങ്കടത്തോടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മുടെ ഹാപ്പി സോണിൻ്റെ സെൻറ്ററിലേക്ക് വരികയാണ്. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. 2 വർഷമായിട്ടും ഒരു ശാരീരിക ബന്ധം ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയൊരു വഴിത്തിരിവ് കൂടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്താ സംഗതി? അപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം വരെ നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നു. ഈ 1 വർഷം പലപ്പോഴും ഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ട്, ഫോണിലൂടെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ചെറിയ ആശങ്കകൾ അന്നേ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ ആശങ്ക? സംസാരിക്കാൻ വേണ്ടി വിളിക്കും, സംസാരിക്കും. പക്ഷേ അവർ ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ, അവർ തമ്മിൽ സംസാരിക്കാറുള്ള അത്തരം ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ബോധപൂർവം ബ്രേക്ക് ചെയ്യും. ബോധപൂർവം ആ മേഖല ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവർക്ക് ചെറിയ ആശങ്ക അന്നുണ്ട്. പക്ഷെ ആശങ്ക ആ ആശങ്ക പങ്കുവെക്കുമ്പോൾ അതവർ ബ്രേക്ക് ചെയ്യാണ്, അത് മറച്ചു വെക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടൊരു വർഷമായിട്ടും ഇതന്നെ തുടരുന്നതാണ്. എന്താണ്? ശാരീരിക ബന്ധത്തിൻ്റെ വിഷയത്തുന്ന സമയത്തൊക്കെ അവർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ്, മുടക്കം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകും, സ്പ്ലിറ്റ് ആവും. അപ്പം ഇങ്ങനെ തുടർന്ന് പോകാന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു, ജോലി സ്ഥലത്തു നിന്നൊക്കെ വരുന്നൊരു ദിവസം ചെറിയ നിസ്സാര കാരണം പറഞ്ഞിട്ട് അന്ന് ബ്രേക്ക്. ഇനി അതല്ല, കുറച്ച് ദിവസം കൂടെ ഉണ്ടെങ്കിൽ അന്ന് വല്ല പ്രശ്നവും പറഞ്ഞ് കലഹം ഉണ്ടാകും, അപ്പോഴും മുടങ്ങും. ഇത് 2 വർഷമായപ്പോൾ ഇദ്ദേഹം വിദേശത്ത് 6 മാസത്തോളം ജോലി ചെയ്യുമ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോയി. അവിടുന്നും ഇങ്ങനെ തന്നെ 6 മാസം കൊണ്ട് ശരിയാകാതെ നാട്ടിലേക്ക് വരുമ്പോഴും വളരെ ആശങ്കയോടെ അദ്ദേഹം നാട്ടിലേക്ക് അയച്ചു. നാട്ടിലേക്ക് അയച്ചതിന് ശേഷം ഒരു സുന്നത്ത് നോമ്പൊക്കെ ഉള്ള ഏതൊരു ദിവസം, മുഹറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സുന്നത്ത് നോമ്പുള്ള ഏതൊരു ദിവസം, അന്ന് ഇയാളുടെ ബർത്ത്ഡേ ഇയാളുടെ വിവാഹ ആഘോഷത്തിന് വേണ്ടി, വിവാഹ വാർഷികാഘോഷം അങ്ങനെ കുറേ ഉണ്ട് ഇപ്പോൾ. അതായത് ഒരാവശ്യവും ഇല്ലാത്ത പല ഉപദ്രവമുള്ള, അനാവശ്യമായ ചിലവുകളുള്ള, ഉപദ്രവങ്ങളുള്ള, ജീവിതം തന്നെ ഡിസോർഡർ ആകാൻ കാരണമാകാവുന്ന ഒരുപാട് ആഘോഷങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതിപ്പോൾ നമ്മൾ വിഷയമല്ല. അപ്പോൾ അതിന് ഇയാൾക്കൊരു ടീഷർട്ടും വേറെന്തൊരു സംഗതിയും കൂടെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്നറിയാം? മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് വാങ്ങിച്ചിട്ടാണ് ഇയാളൊരു പണ്ഡിതനാണ്, ഈ പണ്ഡിതനായ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കുന്നത്. മറ്റൊരു മതവിശ്വാസിയായ ഒരു ചെറുപ്പക്കാരനെ, എൻ്റെ ഡിഗ്രിക്ക് കൂടെ പഠിച്ചൊരുത്തനെ അവനെ കൊണ്ടാണ് ഇത് കൊണ്ടുവരുത്തിക്കുന്നത്. അപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ, സർപ്രൈസ് ആവുക. ഇപ്പോൾ സർപ്രൈസ് ആയാൽ മതി, അതിടെ മൂല്യങ്ങളൊന്നും പിന്നെ വിഷയമല്ല. പക്ഷെ ആ ഇതാഘോഷിച്ചിട്ടും ഈ വിഷയത്തിൽ ഇവർ വീണ്ടും എന്ത് ചെയ്യാണ്? പിന്നെയും ബ്രേക്ക് ചെയ്യാണ്. പക്ഷേ അങ്ങനെ അയാൾ മടുത്തിട്ട് ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന സമയത്തും ഇയാൾ ചീത്ത വിളിക്കുകയോ തല്ലുകയോ വേറെ അസഭ്യം പറയുകയൊന്നും അയാൾ ചെയ്തിട്ടില്ല, ഭാഗ്യത്തിന്. പക്ഷെ കൊണ്ടാക്കി തിരിച്ചു പോരുമ്പോൾ വെറുതെ നിൻ്റെ ഫോണൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവളാകെ ഒന്ന് പതറി. അപ്പോൾ ഇയാൾക്ക് ഡൗട്ട് അടിച്ചു. ഈ ഫോണ് വാങ്ങിയിട്ട് ഇയാൾ നിർബന്ധപൂർവ്വം വാങ്ങി. ഇയാൾക്ക് പിന്നെ വാശിയായി. കാരണം ഇത്രയും ഇത് തുടർന്നിട്ട് ഇത്രയും സന്തോഷപൂർവ്വം ഇതൊക്കെ ഉണ്ടായിട്ട് പോലും സന്തോഷത്തിന് ഇയാളൊരു കുറവും വരുത്തിയിട്ടില്ല. ഒരു വിഷയത്തിൽ ഒരിടത്തും സന്തോഷങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരിടത്തും ഇവളെ ആക്ഷേപിക്കപ്പെടാനുള്ള അവസരം ഉണ്ടാക്കാതെ ഇയാളെ നോക്കിയിട്ടുണ്ട് ഇത്രയും കാലം, ഈ 2 വർഷവും. ഇത്രയും കാലം ഒരു സംശയവും വന്നിട്ടില്ല. ഇല്ല, അതിനുള്ള അവസരങ്ങളും കൊടുത്തിട്ടുണ്ടാവില്ല. അവൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഇയാളുടെ ആ വിഷയത്തിൽ അയാൾ വളരെ ബെറ്റർ. അങ്ങനെ ഫോൺ ഇയാൾ നിർബന്ധപൂർവ്വം വാങ്ങി. അപ്പോഴേക്കും ഇയാൾ നിലവിട്ടു. കാരണം ഇങ്ങനെ സ്നേഹിച്ച് കൊണ്ട് നടന്നിട്ട്, ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഫോൺ മറച്ചു വെക്കേണ്ടി വരുന്നത്? അപ്പോൾ ഇയാൾ ഫോൺ നിർബന്ധപൂർവ്വം വാശിയോടെ ഫോൺ വാങ്ങി.
ഫോൺ വാങ്ങിയപ്പോൾ അപ്പോഴത്തേക്ക് സെക്കൻഡുകൾക്കകം ഇവൾ ഒരുപാട് സംഗതി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വാശിയായി. കാരണം അതെന്താണ്, അങ്ങനെയാണ്, അങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യം എന്താണ്? അപ്പോൾ ഇയാൾ ഫുൾ ഫോണ് അതെല്ലാം റിക്കവർ ചെയ്തു. പലരുടെയും സഹായത്തോടെ സമയമെടുത്ത് റിക്കവർ ചെയ്തു. സാധനമൊക്കെ നഷ്ടപ്പെട്ട ഡാറ്റകളൊക്കെ വീണ്ടും തിരിച്ചെടുത്തു. അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സുന്നത്ത് നോമ്പുള്ള ആ ദിവസം, അതായത് ഇയാളുമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ അകൽച്ച ഈ കുട്ടി കൃത്യമായി പുലർത്തുന്ന ആ ദിവസം മണിക്കൂറുകളോളം, പകലും രാത്രിയും പാതിരാ സമയത്തൊക്കെ മണിക്കൂറുകളോളം മറ്റൊരു മതവിശ്വാസിയായ അല്ലെങ്കിൽ ഇസ്ലാമിനോടൊക്കെ വിരോധമുള്ള ഒരു സംഘടനയിലെ ഒരു ചെറുപ്പക്കാരനുമായി ദീർഘസമയം ശൃംഗരിച്ച് സംസാരിക്കുന്നു. അതുപോലെ ഇയാളോട് ഈ 2 വർഷത്തിനിടയിൽ ഈ കുട്ടി ശൃംഗരിച്ചിട്ടില്ല. ഇതിലെ സംസാര വിഷയങ്ങൾ ഇയാൾ വരുന്ന സമയമാണ്, അതുകൊണ്ട് ഇനി സംസാരം അതായത് ഇയാളുമായിട്ട് ലൈഫിൽ അടുത്ത് നിൽക്കുന്ന സമയങ്ങളിൽ സംസാരം കട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് വരെ അതിൽ പറയുന്നുണ്ട്. ഇയാൾ വരുന്ന സമയമാണ്, ഇനി സംസാരം ഉണ്ടാകില്ല എന്ന് പറയുന്ന ഭാഗങ്ങൾ. അതുപോലെ പിന്നെ തേനെ മുത്തേ പരാമർശങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇയാൾ പറയുന്ന ഈ 2 വർഷത്തിനിടയിൽ എന്നോട് അത്തരം പ്രയോഗങ്ങൾ വരുത്താതെ അവൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു തോന്നലുണ്ടാകും. എന്താണെന്നറിയോ, ഇവൾക്ക് ലൈംഗികമായ ബന്ധം മറ്റൊരാളോടുള്ളത് കൊണ്ടാണ് ഇവളിത് സമ്മതിക്കാത്തത് എന്നൊരു തോന്നലുണ്ടാകാം. അതും ശരിയല്ല എന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു എന്താ പറയേണ്ടത്, ഒരു ഹിഡൻ മാറ്റർ. ഈ കുട്ടിക്ക് പഠന കാലയളവിലെ പല കാരണങ്ങളാൽ ബ്രേക്കായ ഒരു ഏരിയയാണത്. ഒരു ട്രിഗറായി മാറി. പിന്നെ ലൈംഗിക വിഷയം എന്നത് ഒരു പാനിക്കാണ് എന്നും അതെന്തൊക്കെയോ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നുമുള്ള ഒരു തോന്നൽ, ചില ഇൻസിഡൻറ്റുകൾ, ചില വാക്യത്തുകൾ, ചില സംഭവങ്ങൾ കാരണം അവരുടെ മനസ്സിൽ അഗാധമായി രൂഢമൂലമായി പഠനകാലഘട്ടത്ത് അതിങ്ങനെ ഡൈവേർഷൻ പല ഘട്ടങ്ങളിലായി മാറി മറിഞ്ഞ് അത് മറ്റൊരു ലോകത്തേക്കെത്തി. ഇവർക്ക് അപ്പോഴും സെക്സ് നിലനിൽക്കുന്നു, പക്ഷേ ശാരീരികമായ ബന്ധം അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരുവത്തിലേക്കാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ഇവൾ ഒന്നിലധികം ഇത്തരം ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഭർത്താവിനെ അടുപ്പിക്കാതിരിക്കുന്നു. അവസാന ബന്ധം പിരിഞ്ഞു എന്നാണ് പിന്നെ എൻ്റെ അറിവ്. എൻ്റെ വിഷയം ഇത്തരം ബന്ധങ്ങളും കാണാം. ഇതിൽ 2 പോയിന്റുകളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഇത്തരം ഒരു ഇഷ്യൂ കാണുമ്പോൾ മുൻധാരണയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആയിരിക്കും എന്ന ധാരണ പ്രകാരം അങ്ങനെയാണ് പലപ്പോഴും അബദ്ധം വരിക, സംഭവം വരിക. 2ാമത്തെ ഒരു പോയിന്റ്, ദാമ്പത്യ ജീവിതത്തിൽ എന്ത് എന്നത് അത് പഠിക്കുക തന്നെ വേണം. അതിന് കുറേ ഏതെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം MBA ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ BCom ചെയ്തതുകൊണ്ടോ അതല്ലെങ്കിൽ എൻജിനീയറിങ് ചെയ്തതുകൊണ്ടൊന്നും ദാമ്പത്യ ജീവിതം ആകൂലല്ലോ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അറിവാകൂലല്ലോ. അതിനെക്കുറിച്ച് അറിയേണ്ട തലത്തിൽ അതറിയണം. അതറിയുകയാണെങ്കിൽ ഏറെക്കുറെ ഈ വിഷയങ്ങൾക്ക് ഇപ്പം ഇത്തരം മാറ്ററുകൾക്ക് പലപ്പോഴും നമ്മുടെ ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് റിസൾട്ടുകൾ കാണാറുണ്ട്. നിങ്ങൾക്ക് തന്നെയും ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ വളരെ പലരും പറയാറുണ്ട്. അപ്പോൾ ഇത് ഉപകാരപ്പെടാൻ വേണ്ടി നമ്മളൊരു കപ്പിൾസ് ട്രെയിനിങ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന അവസരങ്ങളിലെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു കപ്പിൾസ് ട്രെയിനിങ് വളരെ അത്യാവശ്യമുള്ള ഒരു സമയവും സാഹചര്യമാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ പിരിയുന്ന സാഹചര്യങ്ങൾ വരെ, കോടതികളിൽ കയറി ഇറങ്ങുന്ന വിഷയങ്ങൾ വരെ, ദീർഘകാലം കോടതി കയറി ഇറങ്ങുന്നു, മടുത്ത് ജീവിക്കുന്നു, ജീവിതം ഇങ്ങനെയാണെന്ന് കരുതുന്നു. എത്രയോ പേര്. ജീവിതം എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം. അപ്പോൾ ദാമ്പത്യ ജീവിതം അങ്ങനെ സാധ്യമാണ് എന്നത് ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന എപ്പിസോണിൻ്റെ ഒരു കപ്പിൾസ് ട്രെയിനിങ് പ്രോഗ്രാം റെസിഡൻഷ്യൽ സൗകര്യത്തോടു കൂടെ നടക്കാൻ പോവുകയാണ്. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് അവരെ ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാണ് ഇന്ന് നമ്മൾ ഈ സമയത്ത് ശ്രമിക്കുന്നത്. നമ്മുടെ ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളതും ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. 2 പേരും ഒന്നിച്ച്
അവർക്ക് വളരെ കൂടെ മക്കൾ വേണമെങ്കിൽ അവർക്ക് കൂടെ കൂട്ടാവുന്നൊരു ക്യാമ്പ്, അതിൽ മക്കളെയും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെയും കൂടി ആ സമയത്ത് ക്യാമ്പിനിടയിൽ അല്ലെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കിടയിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവരെയും കൂടെ നമ്മൾ ഇപ്പോൾ മക്കൾക്കും പങ്കെടുക്കാൻ ആവശ്യമുള്ളെങ്കിൽ മക്കൾ പങ്കെടുപ്പിക്കണം എന്ന് കേൾക്കേണ്ടതില്ല. അതേസമയത്ത് മക്കളെ അവിടെയൊക്കെ നിർത്തി വരാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് അവരെയും കൂടെ കൂട്ടാനും കൂട്ടിയുള്ള സൗകര്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാമെന്ന് സന്തോഷപൂർവ്വം അറിയിക്കാം.